കടമകൾ വിട്ടുപോയവരുണ്ട്, സമൂഹത്തോടുള്ള കടമകൾ വിട്ടുപോയവരുണ്ട്, സമുദായത്തോടുള്ള കടമകൾ വിട്ടുപോയവരുണ്ട്, ഇതര സമുദായത്തോടുള്ള കടമകൾ ഉപേക്ഷ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. കള്ളു കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട് സീരിയൽ ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്നതായ എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വിഭാഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ജനങ്ങളിലെ ഉത്തമൻ ഖൈറുൻ നാസ്. ഇനി അതിനേക്കാൾ മുകളിൽ ഒരു വാക്കില്ല. അഫ്അൽ തഫ്ളീലിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഖൈറുൻ നാസ്, ജനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനാരെന്നറിയുമോ? അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് നമുക്കുള്ളത്. ഭീമാ ഉമ്മയുടെ ചാരത്ത് വന്നിട്ടുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദര, വയസ്സ് എത്രയായി പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ? 30 വയസ്സെത്തിയവരില്ലേ, 40 കഴിഞ്ഞവരില്ലേ, 50ലേക്ക് കാലൂന്നിയവരില്ലേ, 60 എത്തിയിട്ടും കള്ളുകുടി മാറ്റാത്തവരില്ലേ, 70ലേക്ക് കാലൂന്നിയിട്ടും അന്യപെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഉപ്പമാരില്ലയോ? മോശപ്പെട്ടതാകുന്ന സിനിമകൾ കാണാൻ വെമ്പൽ കൊള്ളുന്ന ദയൂസുകളായിട്ട് നിലകൊള്ളുന്നതായ പ്രായാധിക്യം ചെന്ന ആളുകളില്ലയോ? ആർക്കാണ് നന്മ ചെയ്തത്? ആർക്കാണ് നന്മ ചെയ്തത്? വയസ്സ് ഇത്രയും കാലം അത്രയും തിന്മയിലൂന്നിയ ജീവിതം നയിച്ച മനുഷ്യ, ഇനിയെങ്കിലും നന്മയിലേക്കൊന്ന് ചിന്തിക്കണേ. വ്യഭിചാരത്തിലൂടെ പോയ മനുഷ്യനാണ്, തിന്മയിലൂടെ നടന്ന മനുഷ്യനാണ്. ഈ ഭീമായുടെ പരിസരത്ത്, ഭീമാ ഉമ്മയുടെ പരിസരത്ത് നീ വസിക്കുന്നവനാണ്. കുടിലിൽ വസിക്കുന്നവനാകട്ടെ, അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുന്നവനാകട്ടെ, മാളിക സൗധങ്ങളിൽ വിരാജിക്കുന്നവനാകട്ടെ, അല്ലാഹുവിനോടുള്ള കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിച്ച മനുഷ്യരുണ്ടോ? മനുഷ്യരുണ്ടോ? സമുദായത്തോടുള്ള കടമയില്ല, റബ്ബിനോടുള്ള കടമകളില്ല, മനുഷ്യരോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല, ജീവികളോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല, ജീവജാലങ്ങളോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല, സസ്യലതാദികളോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല. പിന്നെന്ത് മനുഷ്യനാണ് നീ? കാടത്തം നിറഞ്ഞതാകുന്ന ഹൃദയമായി റബ്ബിൻ്റെതാകുന്ന ഒരു കാരുണ്യം പോലും ഏറ്റുവാങ്ങാൻ ഏതുവാകാത്ത പ്രവർത്തനവുമായി നടന്നവനല്ലയോ? അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാളഹസ്തങ്ങളിൽ പിടിമുറുക്കാൻ നിന്റെ പ്രായമെത്തിയില്ലയോ? വയസ്സെത്രയായെന്ന് പറഞ്ഞാൽ വയസ്സിപ്പോ തന്നെ 30, 40, 50, 60, 70 ഒക്കെ കഴിഞ്ഞു. താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചു, നരബാധിച്ചു. മരണത്തിന്റെ വിളിയാളം നിന്നിലേക്ക് വന്നിട്ടുണ്ട്. മരിക്കാൻ നീ അടുത്തിട്ടുണ്ട്. എന്നിട്ടും നീ ഇപ്പോഴും തിന്മയിലായി നിലകൊള്ളുന്നു. ഒരാളുടെ കണ്ണീരൊപ്പാൻ, ഒരു മനുഷ്യന്റേതാകുന്ന വിഷമമൊന്ന് നീക്കിക്കൊടുക്കാൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മനുഷ്യന്റെ മാനവന്റെ പ്രയാസമൊന്ന് നീക്കിക്കൊടുക്കാൻ ഇന്ന് വരെ നിന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിന്നെ കൊണ്ട് ഇന്ന് വരെ ഒരാൾക്ക് കിടപ്പാടം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വേണ്ട, നീ മറ്റൊരാൾക്ക് കിടപ്പാടം കൊടുക്കണ്ട. മറ്റുള്ളവന്റെ സമാധാനം നശിപ്പിക്കാതിരുന്നാൽ മതി. നിന്റെ അയൽവക്കക്കാരന്റെ, നിന്റെ കുടുംബത്തിന്റെ, ഈ സമുദായത്തിലെ പാവങ്ങളുടെ, ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ടറിഞ്ഞു നീക്കാൻ കഴിയാതെ തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മാനവനായി നീ മാറിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നീ പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. اللهم حوالينا ولا علينا، اللهم انزل المطر حوالينا ولا علينا بحق نبينا محمد صلى الله عليه وسلم. اللهم انزل المطر حوالينا، اللهم انزل المطر حوالينا، اللهم انزل المطر حوالينا ولا علينا بحق نبينا محمد صلى الله عليه وسلم وآل نبينا محمد صلى الله عليه وسلم وأصحاب نبينا محمد صلى الله عليه وسلم
وأولاد نبينا محمد صلى الله عليه وسلم وأهل بيت نبينا محمد صلى الله عليه وسلم وتلاميذ سيدنا محمد صلى الله عليه وسلم وبحق من نحن عند حضرتهما من السادات العظام والأولياء الكرام. اللهم أنزل المطر حوالينا ولا علينا. اللهم على الجبال والآكام. اللهم على الجبال والآكام. അല്ലാഹു നമുക്ക് മഴ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഭീമാവുമ്മയുടെ ബറക്കത്തുകൊണ്ട് അവിടുത്തെ മകൻ ഷഹീദാക്കപ്പെട്ടതാകുന്ന മഹീൻ അബൂബക്കർ വലിയുള്ളാഹിയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് സംരക്ഷണം നസീബാക്കട്ടെ. നല്ല നിയത്ത് വെച്ചിരുന്നോളെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയത്തോടുകൂടി കരുത്തോടുകൂടി സദസ്സിലിരുന്നാൽ ഒരു ചെറിയ ചാറ്റൽ മഴയ്ക്കൊന്നും നിന്റെ ഈമാനിനെ പോറലേൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം നീ വന്നിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ 600 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ വന്നുകൊണ്ട് ഇസ്ലാമിക പ്രസരണത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശീർവാദത്തോടുകൂടി മാഹിയിൽ ആദ്യമായി കടന്നു വന്ന് പിന്നീട് തിരുവനന്തപുരത്ത് തിരുവല്ലം ദേശത്ത് വന്ന് ഈ നാടിന് മുഴുവൻ ആത്മീയമാകുന്ന ചികിത്സ നടത്തിയ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയുടെ ചാരത്താണ് അന്നത്തെയാകുന്ന യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടതായ അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന മഹീൻ അബൂബക്കർ വലിയന്റെ ചാരത്താണ്. ഒരിക്കലും നിനക്ക് പ്രയാസമുണ്ടാവില്ല, ഒരിക്കലും ഈരത്തം നിനക്ക് ഒരിക്കലും പാഴാവുകയില്ല. ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഹേതുവാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സദസ്സിൽ പരിപൂർണ തലത്തിൽ അടിയുറച്ച് നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. അപ്പൊ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് തന്നെ. അല്ലാഹുവിനെ ആരാധിക്കുക, ആ ആരാധനയിൽ പെട്ടത് തന്നെയാണ് അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. എന്തെല്ലാം ചെയ്യുമോ അതൊക്കെ ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണ്, വയറ് നിറച്ചു ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ അയൽവാസി മുസ്ലിമാണ് എന്ന് നോക്കിയിട്ടല്ല പറഞ്ഞത്. മുസ്ലിം ആവട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, മതത്തിന്റെ മൂല്യങ്ങളെ ചീത്ത വിളിക്കുന്നവനാകട്ടെ, ആദർശത്തിൽ വൈരുദ്ധ്യമുള്ളവനാകട്ടെ, പട്ടിണി കിടക്കുന്നവനാണോ അവനോട് നീ വിദ്വേഷം പുലർത്തരുത്. അവന്റെ പട്ടിണി മാറ്റണം. നിന്റെ കറിയിൽ അല്പം കൂടി ചാറ് കൂട്ടിയിട്ടാണെങ്കിലും അവന്റെ വിശപ്പടക്കണമെന്ന് പഠിപ്പിച്ചു തിരുനബി മുഹമ്മദ് മുസ്തഫ. ഭീമാപള്ളിയുടെ പരിസരത്തിന് കേരളത്തിലേതാകുന്ന മറ്റു മഹല്ലുകളിൽ നിന്ന് വ്യതിരക്തത ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഐക്യത്തിന്റെ സൂചനയാണ്. അല്ലാഹു ഐക്യം നിലനിർത്തുമാറാവട്ടെ. നമ്മൾ വിവാഹം കഴിക്കുന്നത് 90% നാട്ടിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ എടുത്തിട്ടാണ്. അല്ലാഹു ബന്ധങ്ങൾ നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് പരസ്പരം ഐക്യമുണ്ട്, എന്നെന്നും നിലനിൽക്കും ഒരു കൂട്ടുബന്ധം. നേരത്തെ ഇന്ന് ഭക്ഷണം കഴിച്ചതാകുന്ന കുടുംബം അവരെ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു കുടുംബത്തിന് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, സന്തോഷവും റാഹത്തും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ഒരു കല്യാണം വിളിക്കണമെങ്കിൽ ഉസ്താദെ ഞങ്ങൾക്ക് ഒറ്റ ദിവസം മതി. ശരിയാണ്, ഭീമാപള്ളിയുടെ പരിസരത്ത് തന്നെയാണല്ലോ എല്ലാവരും, കുടുംബങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. അല്ലാതെ ദിവസങ്ങളും മാസങ്ങളും ഒരുപാട് വർഷങ്ങളൊന്നും എടുത്തൊന്നും ഒരു കല്യാണം വിളിയൊന്നും വേണ്ട. ഒറ്റ ദിവസം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് കല്യാണം വിളിച്ചു തരും. അത്രയേറെ ഐക്യബലമാണ്. അല്ലാഹു ഈ ബലം നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ടാണ് കേരളത്തിലുള്ളതാകുന്ന എല്ലാ മഹല്ലത്തുകളും അസൂയയോടുകൂടി ഈ മഹല്ലിനെ നോക്കിക്കാണുന്നത്. ഇവിടെ ഒരു കറാഹത്ത് വരാൻ നോക്കിയിരിക്കുകയാണ്. അത് വലിയ സംഭവമായി പുറത്ത് മറ്റുള്ളവർ എടുത്തു കാട്ടാൻ വേണ്ടി. എന്തെങ്കിലും ഒരു കുറ്റമുണ്ടോ എന്നിങ്ങനെ മുഴുവൻ ആളുകളും എല്ലാ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും ഉറ്റുനോക്കുന്ന ഒരു മഹല്ല. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി ഈ നാട്ടിൽ, ഈ പരിസരത്ത് ഉണ്ടായാൽ അത് വലിയ കോലാഹലത്തിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാഹ്.
ഒരിക്കലും ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ അനുഗ്രഹിക്കണേ നാഥ. സ്വർഗ പ്രവേശനത്തിന് ഈ സദസ്സ് നിദാനമാക്കണേ അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള ആളുകൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് സഹകരിച്ചു കൊടുത്തു.